എന്തായാലും എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ മഴ കൂടുതൽ ശക്തിപ്പെടുന്നത് അതാണ് പ്രധാനപ്പെട്ട ആശങ്ക വരുന്നത്. മഴ ശക്തിപ്പെടുന്നത് മാത്രമല്ല, മഴ ശക്തിപ്പെടുമ്പോൾ വലിയ കുത്തൊഴുക്ക് നദിയിലുണ്ടാകുന്നു. നദിയിലെ കുത്തൊഴുക്കും ശക്തമായ മഴയുമാണ് ഇപ്പോഴത്തെ പ്രധാനമായ ഒരു പ്രതിസന്ധി രക്ഷാപ്രവർത്തനത്തിൽ. പക്ഷേ സൈന്യം വിശദമാക്കുന്നത് അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ല. എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്തുകൊണ്ട് വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് എത്രയും വേഗം തന്നെ പൂർത്തിയാക്കും. ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ, ഇരുമ്പിന്റെ ഉപകരണങ്ങൾ, അതൊക്കെ തന്നെ ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇനിയിപ്പോൾ കണ്ണൂരിൽ വിമാനത്താവളത്തിൽ സൈന്യത്തിന്റെ വിമാനത്തിൽ എത്തിച്ച മറ്റു ഉപകരണങ്ങൾ അതിവിടേക്ക് ഏതാണ്ട് 15-16 ട്രക്കുകളിലായി അല്പസമയത്തിനകം രാത്രിയോടുകൂടിയാണ് എത്തിക്കാൻ കഴിയുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ പാലം ഗതാഗത യോഗ്യമാക്കാൻ സുഗമമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരുപക്ഷെ നാളെ രാത്രിയോട് കൂടി തന്നെ ഈ പാലം പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കാൻ കഴിയും എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല. ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് ഈ പുഴയിലെ ഒപ്പം തന്നെ മഴ മാറി നിൽക്കുന്നുമില്ല. മഴ മാറി നിൽക്കാത്ത അവിടേക്ക് ഒരുപക്ഷെ ഇനിയും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടോ എന്ന ആശങ്കയും സംശയമൊക്കെ തന്നെ ആളുകൾക്കുണ്ട്. അതൊക്കെ തന്നെയാണ് ഒരു പ്രധാന പ്രതിസന്ധിയായി രക്ഷാപ്രവർത്തനം. പക്ഷേ പാലം എത്രയും വേഗം സ്ഥാപിച്ചാൽ തീർച്ചയായും ഒരു വലിയ ആശ്വാസമായി. പ്രത്യേകിച്ചും ഈ ഇത്രയധികം ആളുകളെ, ഒരുപക്ഷെ 200ഓളം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് എങ്കിൽ അതൊക്കെ കണ്ടെത്താൻ സാധിക്കുക മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ മാത്രമായിരിക്കും. അങ്ങനെ മണ്ണുമാന്തി യന്ത്രം ആ മറുകരയിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ ബെയിലി പാലം യാഥാർത്ഥ്യമാകണം.